ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും വിക്ഷേപിക്കാം, ഒപ്പം മിസൈൽ ലോഞ്ചറുകളും. പറഞ്ഞു വരുന്നത് ചരക്ക് കപ്പലുകളെ പോലെയുള്ള ഒരു യുദ്ധക്കപ്പലിനെ കുറിച്ചാണ്. അതെ, ഇത്തരമൊരു യുദ്ധക്കപ്പൽ നിർമ്മിച്ച് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈന. ഷാങ്ഹായിലെ ഹുംഡോങ് ഷോങ്ഹുവ കപ്പൽശാലയിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഷോങ്ഡ 79 എന്ന ചരക്കു കപ്പലാണ് ലോകത്തെ അസ്വസ്ഥമാക്കുന്നത്. കപ്പലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ തോതിലുള്ള ചർച്ചകളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ, സാധാരണഗതിയിൽ ചരക്കു നീക്കത്തിന് ഉപയോഗിക്കുന്ന 97 മീറ്റർ നീളമുള്ള കണ്ടെയ്നർ കപ്പലിനെയാണ് ചൈന യുദ്ധക്കപ്പലാക്കി രൂപാന്തരപ്പെടുത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിൽ അത്യാധുനിക ഡ്രോണുകൾ വിക്ഷേപിക്കാൻ സാധിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റോപൾട്ട് ഘടിപ്പിച്ചിരിക്കുന്നതിന്റെ ചിത്രങ്ങളാണിപ്പോൾ പുറത്തു വന്നത്. മാത്രമല്ല, കണ്ടെയ്നറുകൾക്കുള്ളിൽ ഒളിപ്പിക്കാവുന്ന മിസൈൽ ലോഞ്ചറുകളും ഇതിലുണ്ട്. എന്താണ് ഈ പുത്തൻ ചൈനീസ് യുദ്ധക്കപ്പലിന്റെ പ്രത്യേകതകൾ? നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ചരക്കു കപ്പലിൽ യുദ്ധക്കപ്പലുകൾക്ക് സമാനമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഡ്രോണുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും വിക്ഷേപിക്കാനുള്ള മോഡുലാർ കാറ്റോപൾട്ട് സംവിധാനവും മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന വെർട്ടിക്കൽ ലോഞ്ച് മിസൈൽ സെല്ലുകളും. കപ്പലിൽ വിക്ഷേപണത്തിന് തയ്യാറായി നിൽക്കുന്ന തരത്തിലുള്ള സ്റ്റെൽത്ത് ഡ്രോണുകളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു സാധാരണ കണ്ടെയ്നർ കപ്പലിനെ യുദ്ധക്കളത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആഴ്സണൽ ഷിപ്പാക്കി മാറ്റാൻ ചൈനയ്ക്ക് സാധിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. നിലവിൽ 370-ലധികം യുദ്ധക്കപ്പലുകളുമായി ചൈനീസ് നാവികസേന ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയായി മാറിയിട്ടുണ്ട്. അമേരിക്കയുടെ പക്കൽ 290 സൈനിക കപ്പലുകൾ മാത്രമാണുള്ളത്. എങ്കിലും സാങ്കേതികമായി അവർക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു. എന്നാൽ ചൈനയുടെ ഈ പുതിയ നീക്കങ്ങൾ ആ മേൽക്കൈ ഇല്ലാതാക്കും എന്നാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത്. യുഎസുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യമുണ്ടായാൽ ഏത് ചരക്കു കപ്പലിനെയും വളരെ പെട്ടെന്ന് യുദ്ധക്കളത്തിലേക്ക് ഉപയോഗിക്കാനായി അയക്കാൻ കഴിയുന്ന സംവിധാനമാണ് ചൈന ഒരുക്കിയിരിക്കുന്നത്. ചൈനയുടെ പക്കൽ 4000-ലധികം ചരക്കു കപ്പലാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ഇവയെ യുദ്ധക്കപ്പലാക്കി മാറ്റാൻ ചൈനയ്ക്ക് സാധിക്കും എന്ന് വന്നാൽ അത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാനാകില്ല. വാണിജ്യ കപ്പലുകളെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ സാധിക്കും. കൂടാതെ ഇത്തരം കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഡ്രോണുകൾക്ക് ഒരേ സമയം വലിയ കൂട്ടമായ ആക്രമണം നടത്തി ഏത് പ്രതിരോധത്തെയും തകർക്കാൻ സാധിക്കും എന്നുള്ളതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇവയെ പ്രതിരോധിക്കുന്നതിനിടെ ചൈനീസ് യുദ്ധക്കപ്പലുകൾക്ക് അനായാസം എതിരാളികളുടെ സമുദ്രാതിർത്തിയെ മറികടന്ന് കയറാൻ സാധിക്കുമെന്നത് ആണ് മറ്റൊരാശങ്ക. ഇവ വെറും കൺസെപ്റ്റ് മാതൃക ആകാമെന്ന വാദവും ഇതിനിടെ ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ആകാനും മതി. എന്നിരുന്നാലും ചരക്ക് കപ്പലിനെ യുദ്ധക്കപ്പലാക്കി മാറ്റാനുള്ള ആശയം തന്നെ മറ്റു രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണ്. സൗത്ത് ചൈന കടൽ മുതൽ ലാറ്റിൻ അമേരിക്ക വരെയുള്ള ചൈനീസ് കമ്പനികൾക്ക് നിയന്ത്രണമുള്ള തുറമുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെത്തുന്ന കപ്പലുകൾ ചരക്കു കപ്പലാണോ അതോ യുദ്ധക്കപ്പലാണോ എന്ന് തിരിച്ചറിയുക പ്രയാസമായിരിക്കും. യുഎസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സുരക്ഷാ വെല്ലുവിളിയായാണ് കണക്കാക്കുന്നത്. എന്തായാലും കടലിൽ മാത്രമല്ല, അങ്ങ് ബഹിരാകാശത്തും തങ്ങളുടെ കരുത്ത് തെളിയിക്കുകയാണ് ചൈനയുടെ ഗവേഷണത്തിന്റെ ഭാവി. അതിനൊരു ഉദാഹരണമാണ് ചൈനയുടെ സ്വപ്ന പദ്ധതിയായ നാൻജിയമൻ. 2019 ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ചൈന അവതരിപ്പിച്ച ഒരു ആശയം മാത്രമായിരുന്നു ഇത്. ഭൂമിയെ അന്യഗ്രഹ ജീവികളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പ്രതിരോധ പദ്ധതി. എന്നാൽ ഇന്ന് നാൻജിയമൻ ഒരു സയൻസ് ഫിക്ഷൻ ആശയം മാത്രമല്ല. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ നാൻജിയമൻ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ചൈന ഒരുങ്ങുകയാണ്. നാൻജിയമൻ പ്രോജക്റ്റിനെ കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 1,20,000 ടൺ ഭാരമുള്ള ഒരു ബഹിരാകാശ വാഹനം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചൈന. 242 മീറ്റർ നീളവും 64 മീറ്റർ വീതിയുമുള്ള ഈ ഭീമാകാരമായ ബഹിരാകാശ വാഹനത്തിന് 88ഓളം പോർ വിമാനങ്ങൾ വഹിക്കാൻ കഴിയും. ഹൈപ്പർസോണിക് വേഗത, എനർജി വെപ്പണുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഇതിലുണ്ടായിരിക്കും. മണിക്കൂറിൽ 700 മുതൽ 800 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനും കുറഞ്ഞ ഗുരുത്വാകർഷണത്തിനും വ്യത്യസ്ത അന്തരീക്ഷ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാനും ഇതിന് സാധിക്കും. ഭൂമിയുടെ അന്തരീക്ഷത്തിലും ബഹിരാകാശത്തും പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഈ ബഹിരാകാശ വാഹനമായാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് ഭാവിയിൽ ഒരു ബഹിരാകാശ യുദ്ധമുണ്ടായാൽ അത് അന്യഗ്രഹ ജീവികളോടായാലും ഭൂമിയിലെ രാജ്യങ്ങൾ പരസ്പരമായാലും അത് ചൈനയുടെ ബ്രഹ്മാസ്ത്രമായി തന്നെ പ്രവർത്തിക്കും. എന്നാൽ ഇത് കേവലം ഒരു പ്രതിരോധ പദ്ധതി മാത്രമായിരിക്കില്ല, മറിച്ച് ബഹിരാകാശത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കം കൂടിയാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ബഹിരാകാശ യുദ്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം സൃഷ്ടിക്കുമെന്നതാണ് പ്രധാന വസ്തുത.